അല്ലാഹുവിന്റെ കലാമിൽ പരലോകവും നരകവും സ്വർഗവും ഒക്കെ വിശദീകരിക്കപ്പെട്ട ഒട്ടനേകം സൂറത്തുകളും ആയത്തുകളും നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ചും മക്കയിൽ ഇറങ്ങിയ ആയത്തുകളിൽ ഗൗരവത്തോടെ വന്ന പരാമർശമായിരിക്കും തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. മക്കയിൽ ഇറങ്ങിയ ആയത്തുകളിൽ ഭൂരിഭാഗം വിഷയവും പരലോകവുമായി ബന്ധിപ്പിച്ചായിരിക്കും. ആ സൂറത്തിൽ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. സ്വഹാബത്തിന്റെ ഇടയിൽ ഈ ആയത്തുകൾ പരലോകവുമായി ബന്ധപ്പെട്ടും അനുബന്ധ വിഷയങ്ങളെ കുറിച്ചും വന്ന ആയത്തുകളാണ് അവരെ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചത്. നമ്മളൊക്കെ ദുനിയാവിന്റെ പ്രശ്നങ്ങളിൽ നീറിപ്പുകഞ്ഞ് വിഷമിച്ച് കരയുന്നവരാണ്. പക്ഷെ നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ അത്യപൂർവം മാത്രമായി സംഭവിക്കുന്ന ഒന്നായിരിക്കും എന്റെ പരലോകം, എന്റെ സ്വർഗം, എന്റെ നരകം എന്ന ചിന്തയിൽ കൊണ്ട് പിങ്ങിപ്പൊട്ടി കരഞ്ഞ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത് ആവശ്യമാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കൂല, രണ്ട് കണ്ണുകളെ നരകം ബാധിക്കൂല. അതിലൊന്ന് ബക്കത്ത് മിൻ ഖശിയത്തില്ല, ഒരു കണ്ണ് അള്ളാഹിനെ കുറിച്ചോർത്ത് കരഞ്ഞ കണ്ണുകളാണ്. അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കേട്ട് അതിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കൂല. രണ്ട് അൻമഹാരിമില്ല, തന്റെ കണ്ണുകളെ ഹറാമുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് എല്ലാ അവസരങ്ങളും കൺമുമ്പിൽ തുറക്കപ്പെട്ടിട്ട് ഹറാമായ കാഴ്ചകളെ നിയന്ത്രിച്ചവർക്കുള്ളതാണ് ആ നരകത്തിൽ നിന്നുള്ള സംരക്ഷണം എന്ന് പറയുന്നത്. ഇവിടെ ഭാരതന്മാരായ ഉലമാക്കന്മാർ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സാധാരണ അത്ര കരയാത്തൊരു മനുഷ്യനാണ്. ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കിയാൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പും ഇസ്ലാം സ്വീകരിക്കുന്നതിന് ശേഷവും ഉണ്ടായ സുപ്രധാനമായ മാറ്റം രേഖപ്പെടുത്തിയത് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് കരഞ്ഞ ഒരൊറ്റ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിൽക്കാലത്ത് ഉമർ ഖത്താബ് തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമുണ്ടായ കരഞ്ഞ മാസങ്ങൾ ഉണ്ടായിരുന്നു. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കരച്ചിലുകൾ ഉമർ ബിൻ ഖത്താബ് ഉണ്ടായിരുന്നു. എന്തൊക്കെ വലിയ മാറ്റം! ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചിന്തിക്കാനുള്ള ഒന്നുണ്ടായിരുന്നില്ല. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഒരു പിഞ്ചോമന ബാലൻ വീട്ടിലിരുന്ന് കരയുന്നത് പോലും ഉമർ റളിയല്ലാഹു അൻഹു വേദനിപ്പിച്ചിരുന്നു. ഭയങ്കരമായ അത്ഭുതമായിരുന്നു. ചില ആയത്തുകൾ, നരകവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ കേട്ടുകൊണ്ട് പനി പിടിച്ച ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്ര ഹദീസിലുണ്ട്. പനി പിടിച്ച ആയത്ത് കേട്ടിട്ട് പനി പിടിച്ചിട്ട് ബേജാറായ ദിവസങ്ങളുണ്ടായിരുന്നു. സഹാബിവര്യനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ചരിത്രം കാണാൻ സാധിക്കും. വീട്ടിലേക്ക് വൈകുന്നേരത്ത് തിരിച്ചു വന്ന് ഒന്നും മിണ്ടുന്നില്ല. ഭാര്യ വിചാരിച്ചു, ഇന്ന് പോയ ജോലി സ്ഥലം എന്തോ പ്രശ്നമുണ്ട്, ഇന്ന് പണിക്ക് പോയെടുത്തെന്തോ ബുദ്ധിമുട്ടുണ്ടായി തോന്നുന്നുണ്ട്. എന്തായിരുന്നാലും ഒന്നും ചോദിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ഒന്ന് കിടക്കണം എന്ന് പറഞ്ഞ് കിടന്ന് ഭാര്യനെ മടിയിൽ തല വെച്ചുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും പിങ്ങി പൊട്ടി കരയാതെ. അപ്പൊ ഭാര്യ ചോദിക്കുന്നത്, എന്താണ് ഇങ്ങനെ കരയുന്നത്? എന്താണ് ഈ മറ്റേ ബുക്കി, നിങ്ങൾ എന്താണ് കരയുന്നത്? എന്ത് കാര്യങ്ങൾ കരയിപ്പിച്ചത്? അപ്പോഴും അദ്ദേഹം ഒന്നും പറയുന്നു. പിന്നെ ഈ അടങ്ങാത്ത കരച്ചിൽ കണ്ട സമയത്ത് ഭാര്യ കരയാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ഭാര്യയോട് ചോദിക്കാൻ തുടങ്ങി, നീ എന്തിനാണ് കരയുന്നത്? ഞാൻ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങിയത് കേട്ടിട്ടാണ് ഞാൻ ആകെ വെപ്രാളത്തിലാണുള്ളത്. ഏതാണ് ആയത്ത്? സൂറത്ത് മറിയമിലെ ആയത്താണ്. വഇൻ മിൻകും വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖദിയ. എല്ലാ മനുഷ്യരും സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകുമ്പോ, എല്ലാ മനുഷ്യരും ആ സിറാത്ത് പാലം കടന്നു പോകുന്ന ഘട്ടത്തിൽ അവിടെ എല്ലാവരും നരകം കാണിക്കപ്പെടും. ചിലർ നരകത്തിലേക്ക് കൂപ്പുകുത്തും. ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാകുമോ എന്ന പേടിയാണ് എനിക്ക്. സിറാത്ത് പാലം എന്ന ആ നേരിയ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ പാപികളായ, ദോഷികളായ, മുനാഫിക്കുകളായ ആളുകൾ വരെ
താഴേക്ക് മൂക്കുകുത്തി നിലം പതിച്ചു വീഴാണ്. കുറച്ചോനെ ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടാകുമോ എന്ന് പേടിച്ചവരായിരുന്നു സ്വഹാബത്ത്. തന്റെ കുട്ടിക്ക് തന്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും നരകം കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടുമെന്നുള്ള വേജാറ് വന്നാൽ ഇരുന്ന് കരയുന്നവരായിരുന്നു അവർ. വീട്ടിലേക്ക് ഓടിപ്പോയ സഹാബി തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് വീണിരിക്കുന്ന കായ്കനികൾ എടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് കുട്ടികൾ എണീക്കുന്നതിന്റെ മുമ്പ് ഇട്ടു കൊടുക്കാനുള്ള കാരണം എന്തായിരുന്നു? എന്റെ കുട്ടി അന്യന്റെ ഒരു മുതല് തന്നിട്ട് നരകത്ത് പോകുമെന്ന് ബേജാറായിരുന്നു. സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളോട് ഭയങ്കര സ്നേഹവാത്സല്യങ്ങളാണ്. നിസ്കാരത്തിൽ വരെ കുട്ടി മുതുകത്ത് കയറിയാല് സുജൂദ് അങ്ങനെ നീണ്ടുപോകാന്നല്ലാതെ കുട്ടി അങ്ങോട്ട് നീറ്റു പോയാലല്ലാതെ അവൻ സുജൂദ് നീട്ടില്ല. അത്രക്ക് കുട്ടികളോട് കെയറിങ്ങുള്ളാണ്. എന്നാൽ ബൈത്തുൽ മാലിന്റെ ഈത്തപ്പഴത്തിൽ നിന്ന് 2 ഈത്തപ്പഴത്തിന്റെ അല്ലി കടിച്ചപ്പോഴത്തേക്ക് വായയിലിട്ട് കൈയിട്ട് കഹി കഹി തുപ്പിക്കളയെ കളയി എന്ന് പറയുന്ന ഒരു കാഠിന്യമേറിയ വാക്ക് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എന്റെ കുട്ടിക്ക് ഈ ഹറാമിന്റെ പേരിൽ ഒരു നരകത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്ന് പേരായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം, വിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആനിലൂടെ ഗൗരവത്തോടെ പറഞ്ഞ വാക്കാണ്, നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് താക്കീത് കൊടുക്കണം. നബിയെ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് താക്കീത് കൊടുക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. എന്നുള്ള പണികളെടുക്കണം. അലി റളിയല്ലാഹു അൻഹു പറയുന്നത്, നരകത്തിൽ നിന്ന് നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദിബൂഹും വഅല്ലിമൂഹും. നല്ല അദബ് കൊടുക്കുക, നല്ല ഇൽമു കൊടുക്കുക. നമ്മളൊക്കെ കുട്ടികളെ ക്ലാസ്സിലുണ്ടോ? നമ്മൾ 8ാം ക്ലാസ് കഴിഞ്ഞ മക്കള് സിആറിൽ വരുന്നുണ്ടോ? നമ്മുടെ ഭാര്യയ്ക്ക് ഇവിടെ നല്ല ക്ലാസ് വല്ലതും കിട്ടുന്നുണ്ടോ? നമുക്ക് വെള്ളിയാഴ്ച ചെറിയൊരു നനവ് കിട്ടുന്നില്ലേ? നമ്മുടെ ഭാര്യയ്ക്ക് ജുമാക്ക് വരാൻ തടസ്സമില്ലെങ്കിൽ അവർ കൊണ്ടുവന്നോട്ടെ. അവരെ രക്ഷപ്പെടുത്തുക പറഞ്ഞാൽ അവർക്ക് ഇൽമു കൊടുക്കലും അതബ് കൊടുക്കലും. അല്ലാതെ നമ്മൾ അവിടെ പോയി എത്ര ഗൗരവത്തോടെ നമ്മളെത്ര പറഞ്ഞാലും അത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പ്രയാസമാണ്. ഒരു യഥാർത്ഥ ഇൽമിന്റെ സ്രോതസ്സിൽ നിന്ന് അവർ പഠിക്കാൻ തുടങ്ങിയാൽ ഒരു പെണ്ണ് വീട്ടിൽ മാറാൻ തുടങ്ങിയല്ലോ, ആ വീടും പരിസരവും അയൽവാസികളും അടക്കമുള്ളവർ വമ്പിച്ച മാറ്റത്തിന് കാരണക്കാരാണ്. ഉലമാക്കന്മാര് പറയാറുണ്ട്, നീ ഒരു പുരുഷൻ നന്നായാല് അത് നിന്നെ മാത്രമല്ലാതെ ബാധിക്കുള്ളൂ. നിന്റെ പെണ്ണ് നന്നായാല് വരുന്ന ഒരു തലമുറ മൊത്തം നന്നാകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്ന രംഗത്തെ പറ്റി പറഞ്ഞപ്പോൾ നീ ദീനുള്ള പെണ്ണിനെ കിട്ടിക്കട്ടോ എന്ന് പറയുന്ന കാരണം, അത് വെറും ഒരു ഭംഗിയിലും വീട്ടിലും അടുക്കളയിലും ഒതുങ്ങുന്ന ഒന്നല്ല ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ. എന്ന് പറയാനുള്ള കാരണം, ഇനി വരാനിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണവൾ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം കഴിയുമ്പോ അവരുടെ ഭാര്യമാർക്ക് ഒരു പ്രത്യേക സാന്ത്വനവും ആശ്വാസവും നൽകേണ്ടവരാണ് ഉമ്മ എന്ന് പറയുന്നത്. അവർ വല്യമ്മയായാൽ അങ്ങനെ ആ ഘട്ടങ്ങളെല്ലാം കൂട്ടിക്കുഴച്ചാണ് ദീനുള്ള ഇണയെ തെരഞ്ഞെടുക്കുക, ദീനുള്ള ചെക്കനെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദുർ റഹ്മാൻ എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാന്റെ അവസാന ഭാഗത്ത് ഇബാദുർ റഹ്മാൻ നല്ല പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരായിരുന്നു. അവരുടെ 2 പ്രാർത്ഥന കൊടുത്തു. അതിലൊന്ന് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യൂൻ. അതിൽ ആദ്യത്തെ പ്രാർത്ഥന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഖുർആനിലുള്ള പ്രാർത്ഥനകൾക്ക്. ഖുർആനിൽ നരകമോചനവുമായി ബന്ധപ്പെട്ട 17ഓളം പ്രാർത്ഥനകളുണ്ട്. അതിൽ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് 4 കാര്യങ്ങളിൽ നിന്ന് കാവൽ ചോദിക്കാറുണ്ടായി. ഏതൊക്കെയാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി, 2 വമിൻ അദാബിൻ നാരി, 3 വമിൻ ഫിത്നത്തിൽ മഹ്യായി വൽ മമാതി, 4
വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. ഈ 4 കാര്യങ്ങളിൽ നിന്ന് കാവല് ചോദിച്ചിട്ടാണ് അത്തഹിയാത്തിൽ സലാം വീട്ടാറുണ്ടായിരുന്നത്. അതിന് കാരണമുണ്ട്. അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് സലാം വീട്ടുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട്. അത്തഹിയാത്ത് കഴിഞ്ഞ് സ്വലാത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ സിദ്ദീഖ് സലാം വീട്ടാറുന്നത്, എന്താ സിദ്ദീഖ്, അതിന് കുറെ പ്രാർത്ഥനകളുണ്ട്. സിദ്ദീഖിന്റെ പ്രശ്നമല്ല, നമ്മളിത് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് മൂപ്പർക്കും നമ്മൾ മോശം കാണാം. അത്തഹിയാത്തിൽ പറഞ്ഞ പ്രാർത്ഥനകൾക്ക് വായിച്ചോ നിങ്ങള്. വെറും അത്തഹിയാത്തും സ്വലാത്തും അല്ല. അത് കഴിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, നബിയേ അത്തഹിയാത്തിൽ എനിക്കൊരു സമയം കിട്ടിയ ഞാൻ എന്താ പ്രാർത്ഥിക്കണ്ടേ? എനിക്ക് പ്രാർത്ഥന ഒന്നും ഇല്ലാന്നല്ലേ പറഞ്ഞേ. എങ്കിൽ പറഞ്ഞോ, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു. ഇനി നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും സിമ്പിളായി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അത് പറയുമ്പോൾ തെറ്റു വരുന്നത് അജിർനി എന്ന് പറയുന്നത്, അജീർന്നുള്ള സുക്കൂന് പറയുന്നത്. അപ്പൊ എനിക്ക് നരകം പ്രതിഫലം തരണേ എന്നാണ് ചോദിക്കുന്നത്. അജിർനി എന്ന് പറയുമ്പോൾ തെറ്റുമായിട്ട് ആവർത്തിച്ചു പോകരുത്. അജിജീനാവണം. അജി അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അല്ലാഹുവേ എനിക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകണം, എനിക്ക് അഭയം നൽകണം. അല്ലാഹു ആലിക്കത്തുന്ന നമ്മുടെ നരകത്തിന്റെ അഗ്നിയിൽ നമ്മളെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകണം. നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർ നരകത്തിന്റെ വിറകുകളായി മാറുന്നതിൽ ഭയപ്പെട്ടുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിൽ, അവർക്ക് നന്മ പഠിപ്പിക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ആയത്തുകളിലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വിശദീകരിച്ചുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ ഹജ്ജ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിന്റെ 18ാമത്തെ ആയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഓതി പഠിച്ചത്. ഒരു വലിയ ഭാഗം നമ്മൾ വിശദീകരിച്ചു. ആ ആയത്തൊന്നും കൂടെ ഓതിയിട്ട് അടുത്ത ആയത്തിലേക്ക് പതുക്കെ നമുക്ക് അറിയാം. أعوذ بالله من الشيطان الرجيم. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. നബിയെ, നിങ്ങൾ കാണുന്നില്ലേ, ആകാശത്തിലും ഭൂമിയിലുമുള്ളവർ അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്ക് പറ്റിയ പറഞ്ഞത്? ശംസു, അല്ലേ, ഖമറു, നജൂമു, വൽജിബാലു, വശജറു, വദ്ദവാബു, വകസീറുൻ മിനന്നാസ്. ഒക്കെ സുജൂദ് ചെയ്യുന്നവർക്ക്. എന്നാൽ വകസീറുൻ, ധാരാളം ആളുകൾ അതിന്റെ പേരിൽ, അല്ലാഹുവിനെ വഴങ്ങാത്തതിന്റെ പേരിൽ ഹഖ്ഖ അലൈഹിൽ അദാബ്, അവന്റെ ശിക്ഷക്ക് കാരണക്കാരായ ആൾക്കാരുണ്ട്. അല്ലാഹു ഒരാളെ ആദരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ അല്ലാഹു ഒരാളെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ അവനെ ആദരിക്കാൻ പിന്നെ ഒരു വഴിയും ഉണ്ടാവില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നതൊക്കെ പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇനി അടുത്ത ആയത്ത് പറയാം. ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫീ റബ്ബിഹിം. هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم
يصب من فوق رؤوسهم الحميم هذان خصمان اختصموا في ربهم فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود يصهر به ما في بطونهم والجلود ولهم مقامع من حديد ولهم مقامع من حديد كلما أرادوا أن يخرجوا منها من غم أعيدوا فيها أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق وذوقوا عذاب الحريق كلما أرادوا أن يخرجوا منها من غم أعيدوا فيها وذوقوا عذاب الحريق ഹാദാനി ഖസ്മാൻ രണ്ട് വ്യത്യാസമുണ്ട് ഹാദാനി ഖസ്മാനി ഇഖ്തസമൂ ഫി റബ്ബിഹിം ഫല്ലദീന കഫറൂ قطعت قطعت لهم ثياب من نار ثياب കനം കുറഞ്ഞ ثياب من نار يصب من نار يصب من فوق رؤوسهم الحميم رؤوسهم الحميم يصهر به ما في بطونهم والجلود هذان خصمان اختصموا في ربهم
فالذين كفروا قطعت لهم ثياب من نار يصب من فوق رؤوسهم الحميم يصهر به ما في بطونهم والجلود അവിടെ ദാല് കൊണ്ട് അവസാനിക്കുന്നത് ജുലൂദ് തന്നെ പറയണം. അതേപോലെ തന്നെ ഹദീദ്, ഹരീഖ് കുത്തുബിച്ചത് വന്നുകൊണ്ട് ആ അക്ഷരങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ അടുത്ത ആയത്തില് വലഹുമ്മ, വലഹുമ്മ രണ്ട് മീമ് വന്നു, ശ്രദ്ധ കൊടുത്തിട്ട് വലഹും മഖാമിഉ, മഖാമിഉ മിൻ ഹദീദ് കുല്ലമ, കുലമ എന്നല്ല കുല്ലമ അറാദു, കുല്ലമ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ വദൂഖൂ അദാബൽ ഹരീഖ്, ദൂഖൂ അദാബ ഐൻ അദാബൽ ഹരീഖ്, റാക്ക് കസ്ർ വന്ന ഹരീഖ് എന്ന് പറയുന്നത് ഹരി, ഹരി അദാബൽ ഹരീഖ്. അവസാനത്തെ രണ്ടായത്തോളം നോക്കൂ. ഈ ഒരു പാരായണം ചെയ്യുന്നത് ഓരോ അക്ഷരങ്ങളുടെയും പ്രതിഫലമുള്ള നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ക്ലാസ്സിൽ വളരെ സന്തോഷം നൽകി എല്ലാവരും നിറഞ്ഞ നിൽക്കുന്ന സീറ്റ് ഫുള്ളായ ഒരു ക്ലാസ്സാണ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ ഖുർആനിന്റെ വെളിച്ചം പരത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹാദാനി ഖസ്മാനി ഖസ്മു ആയത്തിന്റെ ഏതൊരു ആയത്തിന്റെയും പ്രാഥമികമായ അർത്ഥം നമ്മൾ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കണം എന്നുള്ളത് മനസ്സിലുണ്ടാവും. ഒരു തവണയെങ്കിലും അതിന്റെ പ്രാഥമികമായ അർത്ഥം എന്താണ് ഒരു ആയത്തിന്റെ? നമുക്ക് പഠിക്കുന്നതാവട്ടെ പഠിക്കാത്ത ആയത്തുകളാവട്ടെ, അപ്പോഴാണ് നമുക്കത് കേൾക്കുമ്പോഴും ഓതുമ്പോഴൊക്കെ ആ ഒരു ഖുശൂഇലേക്ക് നമുക്ക് എത്താൻ കഴിയാന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഈ ക്ലാസ്സുകൾ തഫ്സീർ ക്ലാസ്സാണ്. ഒരു സൂറത്തിന്റെ അർത്ഥം പറഞ്ഞതിന്റെ ആശയം വിശദീകരിക്കുന്ന ക്ലാസ്സാണ്. അപ്പൊ അത് സമയമെടുക്കും. അതേ സമയത്ത് ഒരു തവണ വായിച്ചു പോകാൻ സമയം നമുക്ക് എടുക്കും. ഹാദാനി ഈ രണ്ട് കൂട്ടർ, ഹാദ ഹാദാനി, ഹാദ ഒരു കൂട്ടർ, ഹാദാനി രണ്ട് കൂട്ടർ. ഹസ്മാനി ഈ രണ്ട് കൂട്ടരും എന്താ ചെയ്യുന്നത്? ഹസ്മാനിയാണ്, തർക്കിക്കുന്ന രണ്ട് കൂട്ടരാണ്. ഇവര് രണ്ടാളും തർക്കിക്കുക. ഞാൻ വിശദീകരണം പറയാം. അവർ രണ്ടുപേരും അല്ലെങ്കിൽ അവർ മൊത്തം തർക്കിക്കുകയാണ്. ഏത് കാര്യത്തിലാ തർക്കം? റബ്ബിന്റെ കാര്യത്തിൽ തർക്കം. ഒരു വിഭാഗം ദൈവം ഇല്ലെന്ന് തർക്കിച്ചുകൊണ്ടിരിക്കും. അവരതിനു വേണ്ടി ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കി നടക്കും. ഒരു വിഭാഗം റബ്ബുണ്ടെന്ന് അംഗീകരിച്ച് വിശ്വസിച്ച് അതിന്റെ തെളിവുകൾ കൃത്യമാക്കി ബുർഹാനാക്കി കൊടുത്തിട്ട് അവർ അതിന് വാദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതിൽ ആർക്കാണ് പരാജയം എന്ന് വെച്ചാൽ ഫല്ലദീന കഫറൂ, ഈ തർക്കത്തിൽ നിഷേധം കൊണ്ട് തർക്കിക്കുന്നവരായ ആളുകൾ, ഫല്ലദീന കഫറൂ നിഷേധികളായ ആളുകൾ, അവർ അനുഭവിക്കാൻ പോകുന്നത് ഖുത്തിഅത് ലഹും സിയാബ്. അവർക്ക് എന്ന് പറയാൻ മുറിക്കണം. എന്ന് പറഞ്ഞാൽ മുറിച്ച് മുറിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കി കൊടുക്കും. ലഹും അവർക്ക് സിയാബ് നരകത്തിൽ ഒരു പ്രത്യേക വസ്ത്രം അവർക്ക് ധരിക്കാൻ കൊടുക്കും. അതന്നെ നരകത്തിന്റെ ചൂടാണ്. പിന്നെ ചൂടുള്ളൊരു വസ്ത്രം പുറമെ അവർക്ക് ധരിക്കാൻ കൊടുക്കും. മിന്നാരിൻ, ആ വസ്ത്രം എവിടുന്ന് കിട്ടുന്നതാണ്? മിന്നാരിൻ, തീയിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത സാധനം. തീനെ പ്രൊട്ടക്ട് ചെയ്യാനല്ലേ നമ്മൾ എന്തിനാ വസ്ത്രം ധരിക്കുന്നത്? ചൂടിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനാണെങ്കിൽ നരകത്തിൽ ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു പുതിയ വസ്ത്രം അവർ ഓരോരുത്തർക്കും മുറിച്ച് വീതിച്ചു കൊടുക്കും. യുസബ്ബു, എന്നിട്ട് ആ വസ്ത്രം ധരിച്ച് നരകത്തിൽ കിടക്കുന്ന സമയത്ത് യുസബ്ബു, നമ്മളൊക്കെ ചെടികളുടെയൊക്കെ മേലെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് ചുരിഞ്ഞു കൊടുക്കുന്ന സ്വബ്ബ എന്ന് പറയാം.
യുസഫു അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും, ഒഴിച്ചു കൊടുക്കും, മിൻ ഫൗഖ് മുകളിൽ നിന്ന്, റൂസിം അവരുടെ തലയിലേക്ക്, അൽ ഹമീം തിളച്ചു മറിയുന്ന വെള്ളം. തഫ്സീറിൽ കാണാം ഹമീം എന്ന വെള്ളത്തെ കുറിച്ച് പറയുന്നത് നരകത്തിലേക്ക് വലിച്ച് എറിയാണ് ചെയ്യാം. നരകത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയി ഇടുന്നത് വലിച്ചെറിയുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന പണി രണ്ട് കൈയും കാലും ബന്ധിപ്പിച്ച് കൂട്ടിയിട്ടിട്ടാണ്, കെട്ടിയിട്ടാണ് നരകത്തിലേക്ക് വലിച്ചത്. ഈ വലിച്ചെറിയുന്ന വെള്ളമാണ്, ആ വെള്ളമാണ് ഹമീം എന്ന് പറയുന്ന വെള്ളം. അത് ഈ ഒഴുകുന്ന, അതല്ലെങ്കിൽ നല്ല കഠിനമായ ചൂട്, അതിനപ്പുറം തിളച്ചു മറിയുന്ന ഈ വെള്ളത്തിലൂടെയാണ് ഇവരെ കൊണ്ടുപോയിട്ട് വലിച്ചെറിഞ്ഞിട്ട് നരകത്തിലേക്ക് ഇവർ താഴേക്ക് വന്ന് വീഴും. എന്നിട്ട് ഈ വെള്ളം ഇവരുടെ തലയിൽ വന്നിട്ട് ഇങ്ങനെ വീട് പതിക്കാൻ. അവന്റെ തലക്ക് മുകളിലൂടെ തിളഞ്ഞു മറിയുന്ന ഹമീം എന്ന വെള്ളം അവർക്ക് ഒഴിക്കപ്പെടുകയാണ്. ഈ വസ്ത്രവും ഈ വെള്ളം കൂടി വന്ന് ശരീരത്തിലെത്തി എന്തുണ്ടാവുക? ഉരുക്കപ്പെടും. അതുകൊണ്ട് സ്വഹാറ എന്ന് പറഞ്ഞാൽ ഉരുക്കി എടുക്കാൻ പറയും. മെഴുകൊക്കെ ഇങ്ങനെ ഉരുക്കി ഉരുക്കി തീരുന്ന പോലെ അവനെ ആ വെള്ളം കൊണ്ട് ഉരുക്കിയെടുക്കും. മാഫി ബുത്തൂനിഹിം, അവന്റെ ബുത്തൂനിനകത്തുള്ള മുഴുവൻ സാധനം, വയറിനകത്തുള്ള സാധനങ്ങൾ വരെ പുറത്തേക്ക് പുറന്തള്ളപ്പെടും, ഉരുക്കി ഒഴുകുന്നതാണ്. വൽ ജുലൂദ്, ജിൽദ് ജുലൂദ് എന്നാൽ അവരെ തൊലിയാണ്. ഈ തൊലിമയുള്ള ശിക്ഷ വരുന്നത്, ഈ തൊലിമ ഇട്ടിട്ട് ശിക്ഷിച്ചിട്ട് തൊലി ഇങ്ങനെ ഉരുകി ഉരുകി ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. ആ തൊലി അങ്ങനെ അവസാനിക്കുമോ? അതിന്റെ ഒരുക്കി ഒരുക്കാൻ തീർന്നാൽ പുതിയ തോല് കൊടുക്കും. ഇതിന് പുതിയ തോല് കൊടുക്കുന്നത് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, തൊലിയെ വേദന അനുഭവിക്കുന്നു. ഈ ശാസ്ത്രീയ സത്യം 47 കൊല്ലമായിട്ടുള്ള തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ മുമ്പ് വിശുദ്ധ ഖുർആൻ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു, നരകക്കാർക്ക് തൊലി പുതിയത് കൊടുക്കും, അവർക്ക് ആ നരകത്തിന്റെ വേദന അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മളൊക്കെ തോലിനൊരു നെയ്സ്, നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ഈ ത്വക്ക് എന്ന് പറയുന്നത്, തൊലി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം എല്ലായിടത്തും ഉണ്ടല്ലോ. ഈ സാധാരണ തൊലി നെയ്സ് തൊലിയാണ് എന്നുള്ളത്. നരകക്കാരനെ പറ്റി പറയുന്നുണ്ട്, അവന്റെ തൊലി 42 മുഴം തൊലിക്ക് കനമുണ്ടായി. ആ തീയില, ആ തൊലിയാണ് തീയിലിട്ട് കത്തിച്ച് ഒരുക്കി കളയുന്നത്. 42 മുഴം എന്ന് പറഞ്ഞാൽ ചൊല്ലി, ഒരു മുഴം ഇതൊരു ചാണാണ്, ഒരു മുഴം എന്ന് പറഞ്ഞിട്ട് തീ. അങ്ങനെ 42 മുഴം കട്ടിയുള്ള തൊലി തന്നിട്ട് ആ തൊലി കത്തിച്ച് കളഞ്ഞിട്ട് പിന്നെ പുതിയ തൊലി തിന്നണം. അവിടെ മരിക്കൂല ആളുകൾ. ഒരു സാധാരണ വെന്ത് കഴിഞ്ഞാൽ തീരല്ലോ, നരകക്കാരൻ മരിക്കൂല. അവന് നല്ലപോലെ ജീവിക്കാൻ കഴിയില്ല. അവന്റെ വയറിനകത്തുള്ളത് പുറത്തേക്ക് ഒഴുകി ഒഴുക്കപ്പെടും. അവന്റെ തൊലികൾ കത്തിക്കരിഞ്ഞ് ഒഴുകിത്തീരും. തന്നെ പോരെ, ഇത് മതിയില്ലേ? പക്ഷെ എന്നാലും അവസാനിപ്പിക്കൂല പഠിച്ചെന്ന് പറഞ്ഞാൽ അത്രക്ക് ദുനിയാവിൽ അവന് ചാൻസ് കൊടുത്തിരുന്നു ചിന്തിക്കാൻ. നരകത്തിൽ പെടുന്നവരെ പറ്റി പറഞ്ഞത് ഇതിനോളം ദൗർഭാഗ്യവാൻ വേറെ ഇല്ല എന്നാണ്. എന്റെ തൊട്ടും പറയുന്നുണ്ട്, ഈ അഷ്ക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദൗർഭാഗ്യവാനല്ലാതെ ഇല്ല. ദൗർഭാഗ്യവാനല്ലാതെ പാപമോചനം പറഞ്ഞു, തൗബണ്ട് എന്ന് പറഞ്ഞു, പാപങ്ങൾ പൊറുക്കപ്പെടുന്ന എത്ര ചാൻസ് ഉണ്ട് ദുനിയാവിൽ. എന്നിട്ടും ഒരാൾ നരകത്തിൽ ചെന്ന് ചാടുക എന്ന് പറഞ്ഞാൽ അവനേക്കാൾ ദൗർഭാഗ്യവാനാണ്. വലഹും അവർക്കുണ്ടാകും മഖാമിഉകൾ കൊടുക്കും. മഖാമിഉകൾ ദണ്ഡുകൾ, ഇരുമ്പിന്റെ വലിയ കനമുള്ള നീളമുള്ള ദണ്ഡുകൾ ഉണ്ടാവും നരകത്തിൽ അവർക്ക്. മിൻ ഹദീദിൻ, ഹദീദ് കൊണ്ടുണ്ടാക്കിയ, ഹദീദ് ഇരുമ്പ്, തീയിലിട്ട ഇരുമ്പിന്റെ സാധനം എടുത്തിട്ട് ദണ്ടാക്കിയിട്ട് ആ ദണ്ട് കൊണ്ട് പ്രഹരമായി അവരെ അടിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയുന്നുവെങ്കിൽ അപ്പൊ മനസ്സിലായി സ്വഹാബത്ത് എന്തെങ്കിലും കരയാൻ കാരണം.
എന്തിനാണ് മാസങ്ങളോളം പനി പിടിക്കാനുണ്ടായ കാരണം? ഈ നരകത്തിന്റെ അദാബിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണെന്ന് പറയുന്നത്. ഇനി അതിലേക്ക് പ്രവേശിച്ചാൽ പറയാണ്, ഈ തർക്കിക്കുന്ന രണ്ട് കൂട്ടർ എന്ന് പറഞ്ഞത്, നരകത്തിലിടുന്നൊക്കെ പറഞ്ഞത് ചില അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരൊക്കെ പറയുന്നത് ഈ ഹാദാനി ഹസ്മാനി എന്ന് പറയുന്ന വിഷയം ബദർ യുദ്ധത്തിലുണ്ടായ ദ്വന്ദ്വ യുദ്ധത്തെ കുറിച്ചാണ്. അവിടെ ഒരു ഭാഗത്ത് അലി റളിയല്ലാഹു, ഹംസ റളിയല്ലാഹു, ഉബൈദ റളിയല്ലാഹു, അവർക്ക് നേരെ ഓപ്പോസിറ്റിൽ ഷൈബ, റബീഅ, ഉത്ബ, വലീദ് പോലെയുള്ള നേതാക്കൾ തമ്മിൽ ദ്വന്ദ്വയുദ്ധം നടത്തിയിരുന്നു. അപ്പൊ ഈ രണ്ടു കൂട്ടരും തമ്മിലുള്ള തർക്കമുണ്ട്, അതിൽ കാഫിറുകൾ നരകത്തിലായിരിക്കും. ഒരു അഭിപ്രായം അതാണ്. സഈദ് ഇബ്നു അബീ ഉർവ ഖതാദ ഫീ ഖൗലിഹി, അവർ പറയുന്നത്, ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി പറയുന്നത്, ഇത് ഇഖ്തസമൽ മുസ്ലിമൂന വ അഹ്ലുൽ കിതാബ്, മുസ്ലിമീങ്ങളും അഹ്ലുൽ കിതാബ് തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അഹ്ലുൽ കിതാബിൽ വന്നിട്ട് പറയും, നബിയുനാ ഖബല നബി, നിങ്ങളെ നബിയൊക്കെ എന്ത്, നിങ്ങളെ നബിന്റെ ഒക്കെ മുമ്പ് ഞങ്ങളെ നബി വന്നിട്ടുണ്ട്, മൂസാ നബി, ഈസാ നബി, നിങ്ങളൊക്കെ പിന്നെ വന്നതല്ലേ. വകിതാബുനാ ഖബല കിതാബിക്കും, നിങ്ങളെ ഖുർആനൊക്കെ എന്ത്, ഞങ്ങളെ തൗറാത്തുൽ ഇഞ്ചീലൊക്കെ നേരത്തെ വന്നിട്ടുണ്ട്, അതൊക്കെ ഇപ്പൊ വന്നതല്ലേ. അവരിങ്ങനെ തർക്കിക്കും. ഫനഹ്നു ഔലാ ബില്ലാഹി മിൻകും, ഞങ്ങളായിരിക്കും അല്ലാഹുവിന്റെ അടുത്ത് ഏറ്റവും നല്ല മനുഷ്യന്മാരും ഏറ്റവും കൂടുതൽ ഞങ്ങളേക്കാൾ നല്ല മുമ്പിൽ പരലോകത്ത് രക്ഷപ്പെടുക. വഖാല മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ പറയും, കിതാബുനാ യഖ്ദി അലൽ കുതുബി കുല്ലഹ, ഞങ്ങളുടെ കിതാബ് മുമ്പുണ്ടായിരുന്ന മുഴുവൻ കിതാബിനെയും തീർത്തിട്ടാണ് പോന്നിട്ടുള്ളത്, ഇനി ഈ ഗ്രന്ഥമാണ് നിലനിൽപ്പുണ്ടാവുള്ളൂ. വനബിയുനാ ഖാതമുൽ അംബിയാ, ഞങ്ങളുടെ നബിമാര് നേരത്തെ വന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങളുടെ നബി അവസാനത്തെ നബിയാണ്, ഇനി ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും. ഫനഹ്നു ഔലാ ബില്ലാഹി മിൻകും, ഞങ്ങളായിരിക്കും അല്ലാഹുവിലേക്ക് ഏറ്റവും അടുപ്പമുള്ള ഉമ്മത്ത് എന്ന് അവരും തർക്കിച്ച്, അവരെ കുറിച്ചാണ് ഈ പറഞ്ഞത് എന്നും, ആ തർക്കത്തിൽ ആരാണോ കാഫിരികളാകുന്നത് അവർക്കായിരിക്കും ശിക്ഷ. ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ഇത് മസലുൽ കാഫിരി വൽ മുഅ്മിനി, കാഫിരീങ്ങളും മുഅ്മിനീങ്ങളും തമ്മിൽ അവിടെ തർക്കമുണ്ടായിരുന്നു, പരലോകം ഉണ്ടോ ഇല്ലേ എന്നായിരുന്നു തർക്കം. കാഫിരീങ്ങൾ പറയും പരലോകം ഇല്ല എന്ന് പറയും, മുഅ്മിനീങ്ങൾ പറയും പരലോകത്തിന്റെ സത്യമാണെന്ന് പറയും. ആ വിഷയത്തെ കുറിച്ചാണെന്ന് പറയുന്നത്. ഇങ്ങനെ വിശദീകരിച്ചിട്ടാണ് പറയുന്നത്, ഇവർക്ക് നരകത്തിൽ ഫുസ്സിലത് ലഹും മുഖാതഅതുൻ മിൻ നാർ, നരകത്തിന്റെ വിവിധങ്ങളായ ശിക്ഷകൾ കൊടുക്കും, മുറിച്ചു മുറിച്ച് വസ്ത്രങ്ങൾ കൊടുക്കും. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ് പറഞ്ഞത്, മിൻ നുഹാസ്, ഇരുമ്പിന്റേതായ ദണ്ഡുകൾ, വഹുവ അശദ്ദുൽ അശിയായി ഹറാറതൻ ഇദാ ഹുമിയ, ചൂടാക്കിയാൽ ചൂട് കൂടുന്ന, ടെമ്പറേച്ചർ വർദ്ധിക്കുന്ന സാധനമാണല്ലോ ഇരുമ്പ്. എന്നിട്ട് ആ ഇരുമ്പിന്റെ വലിയ ദണ്ഡുകൾ എടുത്താണ് അവരെ അടിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവമാണ് ഓർപ്പെടുന്നത്. മുകളിലൂടെ, തലക്ക് മുകളിലൂടെ ഹമീമാകുന്ന വെള്ളമൊഴിച്ചാൽ വഹുവൽ മാഉൽ ഹാറു ഫീ ഗായത്തിൽ ഹറാറ, ചൂടിന്റെ ഏറ്റവും സൂപ്പർലാറ്റീവായ ഏറ്റവും ടോപ്പ് ചൂടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാധനമാണ് ഹമീം എന്ന വെള്ളം. ആ വെള്ളമാണ് അവരുടെ തലയിൽ ഒഴിക്കപ്പെടുന്നത്. തഫ്സീറിൽ വന്ന വാക്കുകളാണ് അതൊക്കെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ ഹമീമ, ഈ ഹമീം എന്ന് പറയുന്ന വെള്ളം, ലയുസബ്ബു അലാ റൂസി, തലക്ക് മുകളിൽ ഒഴിക്കപ്പെടും, ഫയംഫുദുൽ ജംജമതു, അവന്റെ മൂർദാവ് പൊളിയും, ഹത്താ യഖ്ലിസ ഇലാ ജൗഫിഹി, അതൊക്കെ കയ്യിലുള്ള സാധനമൊക്കെ അടിക്ക് താഴേക്ക് ഒലിച്ചു പോകും. ഫയസലതു മാ ഫീ ജൗഫിഹി ഹത്താ യബ്ലുഗ ഖദമൈഹി, ഒഴുകി ഒഴുകി ആ സാധനങ്ങൾ, തലക്കുള്ളിലുള്ളതൊക്കെ വയറിലുള്ള സാധനങ്ങൾ കാലുമൊക്കെ ഒട്ടിയിറക്കും. വഹുവ സ്വഹറു, അതാണ് ഒഴുകി ഒഴുക്കുക എന്ന് പറയുന്നത്. സുമ്മ യുആദു കമാ കാൻ, പിന്നെയും പഴയ പോലാക്കും, പിന്നെയും ഈ ശിക്ഷ ആവർത്തിച്ചു കൊണ്ടിരിക്കും. യുസ്ഹറു മാ ഫീ സുഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ദണ്ഡുകൾ കൊണ്ടുള്ള ശക്തമായ പ്രഹരമുണ്ടാകും.
ചില റിപ്പോർട്ടുകളിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഭാരമേറിയ ഇരുമ്പിന്റെ ദണ്ടിൽ നല്ല കനവുണ്ടായിരിക്കും. എന്നിട്ട് അതുകൊണ്ട് അടിച്ചിട്ട് ഇങ്ങനെ കിട്ടുമ്പോ അവർ പറയുന്നത് എന്നെ രക്ഷപ്പെടുത്തു, ഞാൻ പെട്ടുപോയി, ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ അവനനുസരിച്ചതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായത്, ഞാൻ ഭൂരിഭാഗത്തിനെ പിൻപറ്റിയത് കൊണ്ടാണ്, ഞാൻ സാധാരണ അംഗീകരിച്ചുകൊണ്ടാണ്, ഞാൻ ഒന്നും കേൾക്കാനും പഠിക്കാനും പോകാത്തതുകൊണ്ടാണ് ഞാൻ ഈ നരകത്തിൽ വീണ്. അവരെ നാശം വിളിച്ചോതി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറത്ത് കൊടുക്കൂല. ഇത് പറഞ്ഞ വാക്ക് എന്താണ്? കുല്ലമാറാദു, അവര് എപ്പോഴെല്ലാം ഉദ്ദേശിക്കുന്നുണ്ടോ അതിൽ നിന്ന് പുറത്ത് കടക്കണം, എപ്പോഴവർ ആഗ്രഹിക്കുന്നുണ്ട്. കുല്ലമ എന്ന് പറഞ്ഞാൽ എപ്പോഴെല്ലാം. അയാൾ ഇന്ന സ്ഥലത്ത് കൂടെ നടക്കാറുണ്ട്, നടക്കുമ്പോഴെല്ലാം എന്ന് പറയുന്നത്. അതേപോലെ കുല്ലമാ അറാദു, എപ്പോഴെല്ലാം അവർ ഉദ്ദേശിക്കുന്നുവോ ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ടോ, കാരണത്താൽ. നമുക്ക് ഉണ്ടാകുന്ന രണ്ട് രോഗമാണ്, ഗമ്മും ഹമ്മും. ഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കാണ് ഗം എന്ന് പറയുന്നത്. ഹമ്മ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇന്നലെ നമ്മുടെ കയ്യിൽ നിന്ന് പോയ കാശിനെ കുറിച്ച് ഓർത്ത്, കഴിഞ്ഞ കൊല്ലം നമുക്കുണ്ടായ പരാജയത്തെ കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്നതിനാണ് ഹമ്മ് എന്ന് പറയുന്നത്. നമുക്ക് ആ സമയത്ത് അനുഭവിക്കുന്ന വേദനയിൽ നിന്ന്, ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട് അതൊന്ന് പുറത്തു കടക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോഴെല്ലാം അവൻ അതിലേക്ക് തന്നെ മടക്കപ്പെടും. പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയില്ല. അവർ അതിലേക്ക് തന്നെ മടക്കും, അതേ നരകത്തിലേക്ക് വീണ്ടും കൊണ്ട് വലിച്ചെടുക്കപ്പെടും. അവരോട് പറയും, നിങ്ങൾ ആസ്വദിച്ചോളൂ ഈ വെന്തു കരിയുന്ന ശിക്ഷ നിങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിച്ചോളൂ. ഇതൊക്കെ ദുനിയാവിൽ പറഞ്ഞല്ലേ, ഇതൊക്കെ ഉപദേശം കുറെ കേട്ടതല്ലേ, കുറെ ക്ലാസ് കേട്ടതല്ലേ, നിങ്ങൾ ഖുർആൻ ഓതിയത്, നിങ്ങൾക്ക് താക്കീത് വന്നതല്ലേ. ചോദ്യങ്ങൾക്ക് ഇങ്ങനെ അവനെ തലയിൽ ഇങ്ങനെ വന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വദൂഖൂ, നിങ്ങൾ അനുഭവിക്കണം അദാബൽ ഹരീഖ്, വെന്ത് കരിയുന്ന ശിക്ഷ. ഹരീഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡികൾ കാണുന്ന പോലെയുള്ള അവസ്ഥകളെ ഹരീഖ് എന്ന് പറയും. ഗൾഫിലൊക്കെ ബോർഡ് തിരിച്ചിട്ടുണ്ടാവും, ഫയർഫോഴ്സിന്റെ റെസ്ക്യൂ ടീമിന്റെ ഒക്കെ ഇതിന്റെ കൂടെ ഹരീഖ് തിരിച്ചിട്ടുണ്ടാവും. തീപിടുത്തം അദാബൽ ഹരീഖ്, വെന്ത് കരിയുന്ന അദാബ് നിങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കാന്നല്ലാതെ കരച്ചിലുകൊണ്ട് കാര്യമില്ല, സങ്കടം കൊണ്ട് കാര്യമില്ല, ഇവിടെ വിഷമങ്ങൾ ഉണ്ടായിട്ട് കാര്യങ്ങൾ എന്ത് പറഞ്ഞിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിനന്മാരായ മലക്കുകളാണ്, ശക്തന്മാരായ മലക്കുകളാണ്. പാവം തോന്നുന്ന, സിമ്പതി തോന്നുന്ന മലക്കുകളല്ല അവിടെ. അവരൊന്നും പുറത്തേക്ക് വിടില്ല. അടച്ചിട്ട മുറിയിലാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്. وقيل لهم ذوقوا عذاب النار الذي كنتم به تكذبون. വെള്ളിയാഴ്ച സജദ സൂറത്ത് പഠിപ്പിക്കുക, നിങ്ങൾ നിഷേധിച്ചതുകൊണ്ട് നിങ്ങൾ ഈ നരകം അനുഭവിച്ചേ പറ്റൂ എന്നവരോട് പറയുകയാണ്. അന്നഹും യുഹാനൂന ബിൽ അദാബി ഖൗലൻ വഫിഅലൻ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമുള്ള ശിക്ഷ. വാക്കുകൊണ്ടുള്ള ശിക്ഷ ഇങ്ങനെ നിങ്ങൾ ഈ നരകം അനുഭവിക്കുക എന്ന് പറഞ്ഞിട്ട് അവരോട് നെഞ്ചെടുത്ത് വർത്താനം പറയാം. വാക്കുകൊണ്ട് ശിക്ഷിക്കും, കർമ്മം കൊണ്ട് ശിക്ഷിക്കും, വസ്ത്രവും ചെരുപ്പും വെള്ളം വരെ ശിക്ഷണം അവർക്ക് കൊടുക്കുന്നത്. ആളിക്കത്തുന്ന അതിന്റെ എല്ലാവിധ അദാബുകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലപോലെ പ്രാർത്ഥിക്കാനും നരകത്തിൽ രക്ഷപ്പെടവും. ഇത്തക്കൊന്നാർ നരകത്തിൽ സൂക്ഷിച്ചോളി. ഓരോ വിശക്തി സമ്പത്തിനൊരു ഈത്തപ്പഴത്തിന്റെ ചീകളെങ്കിലും കൊടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കിക്കൊള്ളി. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് നരകത്തിൽ രക്ഷപ്പെടാൻ നോക്കിക്കൊള്ളി. നമ്മളൊക്കെ മനസ്സിലൊക്കെ ഈ ചെറിയ കളി തമാശകളൊക്കെ നമ്മൾ ദുനിയാവിൽ നടക്കും. പക്ഷെ ഇത് കഴിഞ്ഞ് അവസാനിച്ച 3 പൊടി മണ്ണ് വാരിയിട്ട് നമ്മളെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് കബറടക്കിയത് മുതൽ പിന്നീട് നമ്മൾ അനുഭവിക്കുന്നത് രാവിലെയും വൈകുന്നേരവും നരകത്തിന്റെ കാഴ്ചയാവോ സ്വർഗത്തിന്റെ കാഴ്ചയാവോ? മഹ്ശറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിച്ച നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? പരലോകത്ത് 2 ടീമാക്കി മാറ്റുന്നതാണ്. അതിൽ ഒരു ടീമിനെ പറ്റി പറഞ്ഞു, വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുമറ, കൂട്ടമായിട്ട് നരകത്തിലേക്ക് കാഫിറുകൾ തള്ളപ്പെടും. മറ്റൊരു ഭാഗം വസീഖല്ലദീന തഖവ റബ്ബഹും ഇലൽ ജന്നതി സുമറ,
മുത്തഖീങ്ങളായ ആൾക്കാരെ സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ട് തള്ളിവിട്ടുകൊണ്ടിരിക്കും. സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകും. കവാടത്തിൽ നിന്ന് മലായികത്തുകൾ സലാം പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഒരു ചിന്തയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നരകമോചനത്തിന് വേണ്ടി ആഗ്രഹിച്ചത് വെറും ഒരു റമദാനിൽ 4 ദിവസത്തിന്റെ മാത്രം ചിന്തയല്ല എന്നും സദാസമയത്തും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഒരു മോഹമായി, സ്വപ്നമായി നരകമോചനം എന്നത് കടന്നു വരികയും റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ നിന്ന് ഉറപ്പുള്ള നബി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. പടച്ചോനെ ദുനിയാവിലെ ജീവിക്കുന്ന ദുനിയാവിലെ എല്ലാ നന്മയും തരണേ, എല്ലാം വിട്ടു. വഫിൽ ആഖിറതി ഹസന, നാളെ പരലോകത്തെ ഹസനത്തെ എല്ലാ നന്മയും തരണം. ഏറ്റവും പ്രധാനമായി വഖിനാ അദാബന്നാർ, ഞങ്ങളെ എല്ലാം ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്വർഗത്തിന്റെ അഹിലുകാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ എല്ലാ സഹോദരങ്ങൾക്കും അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു ദീനിയായ സദസ്സിനെ സന്തോഷത്തോടെ വേണ്ടുന്ന റിഫ്രഷ്മെന്റുകളെല്ലാം നൽകുന്ന സ്നാക്സും ചായയും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു അവർക്കതിന്റെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ടവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഷാഫി ഉസ്താദ് സ്ത്രീകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന അദ്ദേഹം സുഖമില്ലാതെ മലേറിയ ബാധിച്ച് പ്രയാസകരമായ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തിലുള്ള സ്വാധീനങ്ങളാക്കി തരുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا توفنا مسلمين والحقنا بالصالحين وصلى الله على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم.